പറയുന്നത് കുറച്ച് കഠിനാണ്. അവിടെ കല്ലും മുള്ളും മൂർക്കം പാമ്പും കാഞ്ഞിരക്കുറ്റിയൊക്കെ ഉണ്ടാവും. ക്വൈറ്റ് നാച്ചുറൽ. അവിടൊക്കെ പിന്തിരിഞ്ഞ് ഓടുന്ന ഒരു പ്രവണത, അവിടൊക്കെ പകച്ചു നിൽക്കുന്ന ഒരു പ്രവണത, ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് ഒരു സംശയം. ഇത് ആർക്ക് വന്നോ അതോടുകൂടി പോയി. ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെ, ജീവിതയാത്ര തന്നെ അങ്ങനെ തന്നെ. ലൈഫ് ഇങ്ങനെ ഭയങ്കര എളുപ്പം നിങ്ങൾ ഒരിക്കലും കരുതരുത്. അത് സംഭവബഹുലമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇഷ്യൂസ് വരും, പ്രശ്നങ്ങൾ വരാം, സങ്കീർണതകൾ വരാം, അസാധാരണമായ സംഭവങ്ങൾ വരാം, സങ്കടങ്ങൾ വരാം, സന്തോഷങ്ങൾ വരാം, എല്ലാം വരാം. ഇതിൻ്റെ ഒരു സം ടോട്ടലാണ് ലൈഫ്. ഈ ഡോക്ടേഴ്സ് ലൈഫിനായിട്ട് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവായിട്ട് പറയുന്നത് ജീവിതകാലം മൊത്തം പഠിക്കേണ്ടി വരും എന്നുള്ള സംഭവമാണ്. അതങ്ങനെ പഠിക്കേണ്ടതായിട്ടില്ലാത്ത ഒരു കരിയറും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ നമുക്ക് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പാത്ത് നമുക്കുണ്ട്. നമ്മളുടെ ഫ്യൂച്ചർ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് സാക്രിഫൈസ് ചെയ്തൊന്ന് പഠിച്ചാൽ മതി. എഫേർട്ട് ഇടാം. അതായത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവും. ഓഫ് കോഴ്സ് ഹാർഡ് വർക്ക് വേണം, സ്മാർട്ട് വർക്ക് വേണം, പക്ഷെ അതിൻ്റെ ഒപ്പം കൺസിസ്റ്റൻസിയാണ്. നമ്മൾ പഠിക്കുന്ന സമയം നമ്മൾ എഫക്റ്റീവായിട്ടിരുന്ന് പഠിക്കുക. അതായത് ഇപ്പം നമുക്കൊരു ബ്രേക്ക് വേണം തോന്നിയാൽ ഓഫ് കോഴ്സ് യു ക്യാൻ ടേക്ക് ബ്രേക്ക്, അതിന് കുറച്ച് ചില്ലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബോഡിക്കായാലും മനസ്സിനായാലും റെസ്റ്റ് കൊടുക്കുക. ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് എക്സാമിലൊക്കെ നമുക്ക് റാങ്ക് കുറവാണെന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടുക, അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പഠിക്കുക, നമ്മുടെ ടെസ്റ്റ് നമ്മൾ കൊടുക്കുക, കൺസിസ്റ്റൻ്റായി പഠിക്കുക, പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് അത് പോകുന്നത്. നമ്മുടെ ബ്രെയിൻ ഫിസിയോളജി അങ്ങനെ വർക്ക് ചെയ്ത്, അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഷോർട്ട് ടേമിനെ ലോങ് ടേം ആക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ റിപ്പീറ്റേഷനാണ് അവിടെ ലോങ് ടേം മെമ്മറിനെ ഉണ്ടാക്കുന്നത്.